ഇന്ന് ഒരു പോസ്റ്റ് ഞാൻ ഇൻസ്റ്റഗ്രാമിൽ കണ്ടിട്ടുണ്ടായിരുന്നു. പോസ്റ്റിൽ ഇങ്ങനെയാണ്, ആ യോഗനാഥത്തിലെ ലേഖനം, വിഷം ചീറ്റുന്ന പ്രസ്താവനകൾ ഒഴിവാക്കണം, വെള്ളാപ്പള്ളിക്ക് മറുപടിയുമായി കെ.സി. വേണുഗോപാൽ. ഓഹോ. നമ്മള് നേരത്തെ കണ്ടിട്ടുണ്ടായിരുന്നു ആഹ്ലാദ പ്രകടനം, ലീഗിന്റെ ആഹ്ലാദ പ്രകടനം എങ്ങനെയായിരുന്നു എന്നുള്ളത്. നമുക്ക് സഹിക്കാൻ പറ്റില്ല, ഒരു ആടിന്റെ തലയറുത്ത് റോട്ടിക്കടെ മൊത്തം ഇങ്ങനെ നാട്ടുകാരെ കാണിച്ചുകൊണ്ട് നടക്കുന്ന ഒരു സാധനമായിരുന്നു നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ ഈ ഒരു അവസരത്തിൽ എന്താ ഇതിന് പറയാനുള്ളത്? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആഹ്ലാദ പ്രകടനം നല്ല രീതിയിൽ നടത്താം. ഒരാൾ വിജയിച്ചിട്ടുണ്ട്. അതായത് അത് ആദ്യത്തെ ഈ ഒരു സംഭവം ശ്രീപ്രിയ പറഞ്ഞത് ആടിന് തലയെടുത്ത് നടത്തിയത് UDF അധികാരത്തിൽ വൻ ഭൂരിപക്ഷത്തിൽ കയറിയതിന്റെ ഒരു പരിണിത ഫലമായിട്ടാണ്. ഒപ്പം KT ജലീൽ മത്സരിച്ച സ്ഥലത്ത് KT ജലീലിന്റെ തല അതേപോലെ വെട്ടും എന്നൊരു സൂചനയായിട്ടും കൂടിയാണ് അത് വെച്ചത്. കാരണം KT ജലീൽ ഇവർക്കെതിരെ ശബ്ദിക്കുന്ന ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ അപ്പൊ അദ്ദേഹം അതിനെ സംബന്ധിച്ചൊരു പോസ്റ്റ് ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇന്ന് ആടിന്റെ തല, നാളെ എന്റെ തലയോ എന്ന് ചോദിച്ചിട്ടിട്ടുണ്ടായിരുന്നു. താലിബാനിസം അവസാനിപ്പിക്കണം എന്ന് പറഞ്ഞ് തുടങ്ങിയത് തന്നെ KT ജലീലാണ്. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു വിജയിച്ചു കഴിഞ്ഞാൽ ആടിന്റെ തലയെടുത്ത് മാത്രം, ഒരു സാധു ജീവിയുടെ തലയെടുത്ത് മാത്രമാണോ ഇവർക്ക് വിജയാഹ്ലാദം നടത്താൻ പറ്റുകയുള്ളൂ? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു മൃഗത്തെ ദ്രോഹിച്ചു എന്ന് പറഞ്ഞ ഒരു ആക്ട് ഉണ്ട് നമുക്ക്. ആ ഒരു നിയമപ്രകാരം കേസ് എടുക്കേണ്ട വകുപ്പാണ്. എന്തുകൊണ്ട് കേസ് എടുത്തിട്ടില്ല എന്നാണ് ഏറ്റവും വലിയ വസ്തുത. എടുത്തത് ഇത്ര മാത്രമേ ഉള്ളൂ. ജസ്റ്റ് ഒന്ന് കേസ് രജിസ്റ്റർ ചെയ്തു, അവരിറങ്ങി പോവുകയും ചെയ്തു. പിന്നെ അതിന്റെ പേരിൽ ഒരു അന്വേഷണവും കാര്യങ്ങളും ഒന്നും ഉണ്ടായിട്ടില്ല. പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം, VD സതീശൻ മുഖ്യമന്ത്രിയായെ തുടർന്ന് തൊടുപുഴയില് മുസ്ലിം ലീഗ് പ്രവർത്തകര് നായർ, അതായത് സുകുമാരൻ നായർക്കെതിരെയും വെള്ളാപ്പള്ളി നടേശനെതിരെയും അസഭ്യ വർഷം മുഴക്കിയിട്ടാണ് മുദ്രാവാക്യങ്ങൾ വിളിച്ചുകൊണ്ട് പോയത്. ഈ ഒരു മുദ്രാവാക്യത്തിന്റെ മറ്റൊരു ഫോർമാറ്റ് 2003, അതായത് അന്ന് അത് 2003 2004 തോന്നുന്നു, ആ ഒരു സമയത്ത് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അവിലും മലരും കുന്തിരിയൊക്കെ കരുതി വെച്ചോ, നിന്റെ കാലനൊക്കെ വരുന്നടാ എന്ന് പറഞ്ഞൊരു കൊലവിളി മുദ്രാവാക്യം ഒരു കുഞ്ഞു കുട്ടീനെ തോളിലെടുത്തിട്ട് പോപ്പുലർ ഫ്രണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു സംഘടന, തീവ്രവാദ സംഘടനയാണ്, അവര് ഉന്നയിച്ച വാദമാണ്. അതിന്റെ മറ്റൊരു ഫോർമാറ്റാണ് ഇപ്പോൾ വന്നേക്കുന്നത്. ലീഗ് ഭരിക്കും കേരളം, ലീഗ് പറയും നിയമം എന്നാണ് അവർ പറഞ്ഞേക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ കേരളത്തില് മുസ്ലിം ലീഗ് ഒരു ഘടകകക്ഷിയാണ്, UDFന്റെ രണ്ടാമത്തെ ഘടകകക്ഷിയാണ്. അപ്പൊ അതിനർത്ഥം ലീഗ് എന്താണോ പറയുന്നത് ഇനി അതാണ് കേരളത്തിൽ നടപ്പാകുള്ളൂ എന്ന് തന്നെയല്ലേ? അല്ലെങ്കിൽ ഇവർ കോൺഗ്രസ്സുകാർ വന്ന് പറയണം, നിയുക്ത മുഖ്യമന്ത്രി വരെ വന്ന് പറയണം അത് നിങ്ങൾ ചെയ്ത തെറ്റാണ്. ആരും ഈ KC വേണുഗോപാൽ വെള്ളാപ്പള്ളി നടേശനെ പറഞ്ഞു. ശരിക്കും പറഞ്ഞാൽ വെള്ളാപ്പള്ളി നടേശൻ അത്ര നല്ല പുള്ളിയായിട്ട് നമ്മളൊന്നും പറയുന്നില്ല. ആവശ്യമില്ലാതെ വർഗീയത പറയുന്ന ഒരു വ്യക്തി തന്നെയാണ് വെള്ളാപ്പള്ളി നടേശൻ. പക്ഷേ ഒരു സൈഡ് മാത്രം കേട്ടിട്ട് വർഗീയത എന്ന് പറയാൻ പറ്റില്ല. വർഗീയ മുദ്രാവാക്യം വിളിക്കുമ്പോൾ അതും വർഗീയതയായിട്ട് പറയണം. ഇപ്പൊ KC വേണുഗോപാല് ഇങ്ങനെ പറഞ്ഞു എന്നാൽ KC വേണുഗോപാൽ ആടിന് തലയെടുത്തപ്പോഴും മിണ്ടിയില്ല, ഈ കൊലവിളി മുദ്രാവാക്യം വിളിച്ചപ്പോഴും മിണ്ടിയില്ല. പകരം നമ്മുടെ ഇപ്പോഴത്തെ നിയുക്ത മുഖ്യമന്ത്രി പറഞ്ഞത്, VD സതീശൻ പറഞ്ഞത്, ലീഗിനെ ഒറ്റതിരിഞ്ഞ് ആക്രമിക്കുന്നു എന്നാണ്. ഇപ്പൊ ഈ ലീഗിനെ ഒറ്റതിരിഞ്ഞ് ആക്രമിക്കുന്ന ഒരു ശബ്ദം മാത്രമാണ് ഇവിടെയുള്ള ആളുകൾ കേൾക്കുന്നത്. മറിച്ച് ലീഗ് മറ്റുള്ളവരെ ആക്രമിക്കുമ്പോൾ വാക്കുകൾ കൊണ്ട് പറയുമ്പോൾ ഒന്നും ആരും കേൾക്കുന്നില്ല. കാരണം ഇവിടെ ഭൂരിപക്ഷത്തിന് വേണ്ടി സംസാരിക്കാൻ, അതിൽ കമന്റ് വന്നിട്ടുണ്ടാവും, അതിന് ഭൂരിപക്ഷത്തിന് വേണ്ടി സംസാരിക്കാൻ ആരാണുള്ളത്. അപ്പൊ മറിച്ചൊരു കമന്റ് വന്നിട്ടുണ്ട്, അതിന് ഭൂരിപക്ഷത്തിന് എന്താണ് പ്രശ്നം? ഭൂരിപക്ഷത്തിന് പ്രശ്നമില്ല എന്ന് പറയുന്നവര് ന്യൂനപക്ഷത്തിന് ഇവിടെ എന്താണ് പ്രശ്നം? ഇവിടെ മറ്റുള്ള നാട്ടില് ന്യൂനപക്ഷങ്ങൾ നിൽക്കുന്ന പോലെയല്ല ഇവിടെ നിൽക്കുന്നത്. നല്ല സുഖലോലുപത തന്നെയാണ് ജീവിക്കുന്നത്. അത് ആരുടെ ഔദാര്യങ്ങളൊന്നുമല്ല. നമ്മുടെ നാട്, ഇന്ത്യ എന്ന് പറഞ്ഞ നാട് അങ്ങനെയാണ്, മതസൗഹാർദ്ദമുള്ള നാടാണ്. അതുകൊണ്ട് തന്നെ ഇപ്പൊ ഹിന്ദുവിനും ക്രിസ്ത്യനും ആർക്കും മുസൽമാനും എല്ലാവർക്കും വേണമെങ്കിൽ ഇവിടെ ഒരുപോലെ ജീവിക്കാം. നമ്മൾ അങ്ങനെയാണ് ജീവിച്ചു വരുന്നത്. അതിനിടയ്ക്ക് വെറുതെ ക്രമസമാധാനം ഉണ്ടാക്കാനായിട്ട് വിജയിക്കുമ്പോൾ ആടിന്റെ തല അറുക്കുക, ഗോവധം നിരോധിച്ചു എന്ന് പറഞ്ഞിട്ട് എന്താ പശുവിനെയൊക്കെ അടുത്ത സംഭവമൊക്കെ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. നമ്മുടെ കേരളത്തിൽ തന്നെ ഉണ്ടായ കാര്യമാണ്. ഇതെല്ലാം പോകട്ടെ. പക്ഷെ ശരിക്കും ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ പറയുവാണെന്നുണ്ടെങ്കിൽ വർഗീയത എന്നൊരു വാക്ക് വിഷം ചീറ്റുന്നുണ്ടെങ്കിൽ, ആ ഇപ്പോഴത്തെ വിഷം ചീറ്റുന്നുണ്ടെങ്കിൽ തുടക്കം ഇട്ടത് അവർ തന്നെയാണ്. നമ്മുടെ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾ ഇപ്പോൾ ലീഗിന് സപ്പോർട്ട് ചെയ്തോ സംസാരിക്കുന്നത്. അപ്പോൾ അതിനെതിരെ ശബ്ദിക്കാൻ ആരെങ്കിലും വേണം. സുകുമാരൻ നായർ പറഞ്ഞ എന്താണ്, VD സതീശനെ ആക്കണ്ട, മുഖ്യമന്ത്രി VD സതീശനെ ആക്കണ്ട, കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് രമേശ് ചെന്നിത്തല ആക്കിയാൽ മതിയായിരുന്നു എന്നാണ് പറഞ്ഞത്. അതിലെങ്ങനെയാണ് ഇവർക്ക് വർഗീയതയായിട്ട് തോന്നിയത് ഒന്ന് പറയാമോ? അപ്പൊ അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം ഇവിടെ എല്ലാവർക്കും ഉണ്ട്. ഇപ്പോ എനിക്ക് VD സതീശൻ ആവാണ്ട് എനിക്ക് രമേശ് ചെന്നിത്തല ആയെന്ന് പറഞ്ഞാൽ ഞാൻ എങ്ങനെ നാളെ വർഗീയത പറയലാവാം? അപ്പൊ ഇവിടെ നമുക്ക് എല്ലാവർക്കും അറിയുന്ന കേരളത്തിലെ മുഖ്യമന്ത്രി ചർച്ച നടന്നപ്പോൾ 3 വിഭാഗമായിരുന്നു കോൺഗ്രസ്.
കെ.സി. വേണുഗോപാലിന്റെ വിഭാഗം, രമേശ് ചെന്നിത്തലയുടെ വിഭാഗം, വി.ഡി. സതീഷിന്റെ വിഭാഗം, ഈ 3 വിഭാഗത്തിലെ ആളുകളും തമ്മിൽ ഫ്ലെക്സ് യുദ്ധം വരെ നമ്മൾ കണ്ട നാടാണ് ഈ കേരളം. ഇന്ന് അവിടെ ഫ്ലെക്സ് വെക്കാൻ അതിന്റെ ഇടയ്ക്ക് CPM-കാരും കയറി വെച്ചിട്ടുണ്ട് കേട്ടോ. അത് വേറെ കാര്യം, തമ്മിൽ തല്ലി എഴുതിയിൽ എണ്ണ ഒഴിക്കാനായിട്ട്. ഇതെല്ലാം നമ്മുടെ കേരളത്തിൽ കണ്ടതാണ്. അപ്പോ ഇത്രയും ഈ വർഗീയത പറയുന്നു എന്ന് പറയുമ്പോൾ ഇവർ ഈ പ്രീണനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ മുസ്ലിം ലീഗിന്റെ വോട്ട് മാത്രം നേടിയിട്ടാണോ കോൺഗ്രസ് അധികാരത്തിൽ വന്നത്? ഹിന്ദുക്കളുടെ ഉണ്ടാവും, ക്രിസ്ത്യൻസിന്റെ ഉണ്ടാവും. അപ്പൊ ഇത്രയും പേരുടെ വോട്ട് വാങ്ങിച്ചിട്ട് ഒരു വിഭാഗത്തിന് വേണ്ടി മാത്രം സംസാരിക്കുമ്പോൾ ബാക്കിയുള്ളവരൊക്കെ പൊട്ടനാണോ, പൊട്ടന്മാരാണോ? ശരിക്കും പറഞ്ഞാൽ അങ്ങനെയല്ല. ഇപ്പൊ നമുക്കറിയില്ല, ഇപ്പൊ മുഖ്യമന്ത്രിയായിട്ട് സത്യപ്രതിജ്ഞ ചെയ്തിട്ടില്ല. ഇനി സത്യപ്രതിജ്ഞ ചെയ്ത് ഓരോരോ വകുപ്പുകൾ കൊടുത്തിട്ടുണ്ടല്ലോ, ആ വകുപ്പ് കൊടുത്തിട്ട് ഈ ആടിന്റെ തലയെടുത്ത് പ്രതിഷേധിച്ചവർക്ക് എന്ത് നടപടിയാണ് സ്വീകരിക്കുന്നതെന്നാണ് ഇനി കേരള ജനതയ്ക്ക് അറിയാനുള്ളത്. അതേപോലെ പരസ്യമായിട്ട് കൊലവിളി മുദ്രാവാക്യം മുഴക്കിയവർക്കെതിരെ എന്തായാലും വെള്ളാപ്പള്ളിക്കെതിരെ കേസ് കൊടുക്കുമെന്നൊക്കെ പറയുന്നവരുണ്ട്. അങ്ങനെ കേസ് കൊടുത്തതിന് ഇപ്പുറത്തെ ഭാഗത്ത് ഇവര് പ്രഖ്യാപിച്ച കുറച്ച് കാര്യങ്ങളും ഉണ്ട്. പരസ്യമായിട്ട് മുദ്രാവാക്യം വിളിക്കുന്നു, അതിനെതിരെയും ഒരു കേസ് പോകേണ്ടതാണ്. അത് തീർച്ചയായും. കേരളത്തിലെ ക്രമസമാധാനം നഷ്ടപ്പെടുത്താൻ ആര് ശ്രമിച്ചോ അവർക്കെതിരെ എല്ലാവർക്കും രണ്ടാമത്തെ മാറാട് കലാപം ഉണ്ടാക്കാൻ നോക്കുകയാണോ എന്ന് വെള്ളാപ്പള്ളി നടേശൻ പണ്ടേ ചോദിച്ചിട്ടുണ്ട്. അതിന്റെയൊക്കെ ഒരു ചെറിയൊരു സൂചന. മാറാട് എന്താ നടന്നതെന്ന് നമുക്കറിയാം. അതായത് കുറച്ച് മുക്കുവന്മാരെ, അതായത് മീൻ പിടിക്കുന്ന ആളുകൾ, മീൻ വിറ്റ് ജീവിക്കുന്ന ആളുകളെയും എന്തൊക്കെയോ ആദ്യം ഒരു നിസ്സാര പ്രശ്നം ഉണ്ടായി വന്നു കഴിഞ്ഞിട്ട് പിറ്റേന്ന് അത് പക പോക്കിയത്. ആദ്യം മുസ്ലിംസ് എന്തോ അടിയുണ്ടായതാ, ഹിന്ദുക്കൾ എന്തോ തമ്മിൽ അടിയുണ്ടായതാണ്. അത് കഴിഞ്ഞിട്ട് ആ അടിയുണ്ടായവരെ ടാർഗറ്റ് ചെയ്തിട്ട് മുസ്ലിംസ് വന്നിട്ട് കൊല്ലുകയാണ് ചെയ്തത്, മുക്കോമാരെ കൊല്ലുകയാണ് ചെയ്തത്. അങ്ങനെയാണ് മാറാട് കലാപം സ്റ്റാർട്ട് ചെയ്തത്. ആന്റണി ആയിരുന്നു അന്ന് കേരളം ഭരിച്ചുകൊണ്ടിരുന്നത്. ആ സമയത്താണ് മാറാട് ഉണ്ടായത്. അതാണ് രണ്ടാമത്തെ മാറാട് കലാപം ഉണ്ടാക്കൂ എന്ന് ചോദിച്ചത്. അന്ന് വെറുതെ ഇരുന്നവരെ പ്രകോപനപരമായിട്ട് കാണിച്ചതാണ്, തിരിച്ച് നല്ല രീതിക്ക് കൊടുക്കുകയും ചെയ്തു. ഇപ്പോഴും ശരിക്കും പറഞ്ഞാൽ പ്രകോപിപ്പിക്കുകയാണ്. അപ്പൊ ഇതിന്റെ ഒരു റിയാക്ഷൻ എന്താണെങ്കിലും മറുഭാഗത്തുനിന്ന് ഉണ്ടാവും. അപ്പൊ കേരളം കൂടുതൽ വർഗീയതയിലേക്ക് പോവുകയുള്ളൂ. അപ്പൊ ശരിക്കും പറഞ്ഞാൽ കേരളത്തിലെ എല്ലാ പാർട്ടികളും അതേപോലെ മതസംഘടനകളും ഒരേപോലെ നല്ല രീതിയിൽ നിൽക്കണമെങ്കിൽ ആരെയും പ്രീണിപ്പിക്കാതെ നിൽക്കുക, നല്ല നിലപാടെടുക്കുക. ഒരു ഭാഗത്തിന് മാത്രം പ്രീണനം തോന്നിക്കഴിഞ്ഞു കഴിഞ്ഞാൽ, അധികാരം കിട്ടുന്നതിന് മുമ്പ് ഭയങ്കര പ്രീണനമായിരുന്നു, കിട്ടിക്കാനായിട്ടും ചെറിയ ചാഞ്ചാട്ടം തുടങ്ങിയിട്ടുണ്ട്. 5 വർഷം ഇത് തന്നെ സഹിക്കേണ്ടി വന്നു കഴിഞ്ഞാൽ 5ാമത്തെ വർഷം ജനങ്ങൾ വിധി എഴുതും, കടക്ക് പുറത്തുനിന്ന് ജനങ്ങൾ പറയും, അത്രേ ഉള്ളൂ, അല്ലാതെ വേറൊന്നുമില്ല. ശരിക്കും പറഞ്ഞാൽ കെ.സി. വേണുഗോപാൽ എന്ന് പറയുന്ന ഒരു വ്യക്തി എന്തുകൊണ്ട് കേരളത്തിൽ മുഖ്യമന്ത്രി ആയില്ല എന്നൊരൊറ്റ ക്വസ്റ്റ്യൻ മാത്രം ആലോചിച്ചാൽ മതി. കാരണം മുസ്ലിം ലീഗിന് കെ.സി. വേണുഗോപാലിനോട് താല്പര്യമില്ല. സോണിയാഗാന്ധി ഹൈക്കമാൻഡ് തീരുമാനം കെ.സി. വേണുഗോപാൽ ആകണം എന്നായിരുന്നു. സോണിയാഗാന്ധി ലീഗിനെ വിളിച്ച്, അതായത് സാദിഖ് അലി തങ്ങളെ വിളിച്ച് ചോദിച്ചപ്പോൾ സാദിഖ് അലി തങ്ങൾ പറഞ്ഞ ഒറ്റ കാര്യമാണ്, കെ.സിനെ ഞങ്ങൾക്ക് താല്പര്യമില്ല, വി.ഡി. സതീശനാണ് നമുക്ക് താല്പര്യം, ഇല്ലെങ്കിൽ RC, ഇത് മതി, അല്ലാതെ കെ.സി വേണ്ട. ആ കെ.സി. വേണുഗോപാൽ വേണ്ടാന്ന് എന്തുകൊണ്ട് കെ.സിയുടെ പേര് വെട്ടി, രമേശ് ചെന്നിത്തലയുടെ പേര് വെട്ടി എന്ന് ഒറ്റ കാര്യം ചോദിച്ചാൽ മതി. ഇവിടെ വർഗീയത കേരളത്തിൽ എത്രത്തോളം കോൺഗ്രസിന്റെ തലപ്പത്തും എത്തിയെന്ന് അറിയാൻ വേണ്ടി മാത്രം.